Hello guys. Fan ഇടുക. ഇപ്പോ. സോ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഐ തോട്ട് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ. ഒരു കുട്ടി യൂട്യൂബർ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ രാവിലത്തെ തിരുമ്പലും കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന ആ വക പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ റൂമിലേക്ക് വന്നപ്പോഴാണ് ഒരുപാട് പണി കിടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഒരു പകെടുക്കാമെന്ന്. സോ വെൽക്കം ടു എന്തായിരുന്നു എൻ്റെ ഇൻട്രോ മറന്നു പോയിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ കണ്ടീഷൻ. കിഫ്ലി അവിടെ കിടന്ന് ബെഡൊന്നും എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ ഇതാ റൂം ഇതാ. പിന്നെ പുറത്തുണ്ട് ഇനി ഒരു കുന്ന് കണക്കിന് മടക്കി വെക്കാനുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. കുട്ടിപ്പുറത്ത് വെറുതെയാണ് പൊതുപ്പിട്ടെടുത്താൽ കാണാൻ ഇങ്ങനെ തട്ടിയാണ്. അത് നമ്മുടെ ഒരു സമാധാനത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കൊട്ട സാധനം. പിന്നെയുണ്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇതാ മടക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണം. ഇത് ഏകദേശം രണ്ടാഴ്ചയായി ഇട്ടിട്ട് രണ്ടാഴ്ച ആയി ഇട്ടിട്ട്. അപ്പോൾ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആദ്യം ബെഡ്ഷീറ്റ് മാറ്റാം. അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി റൂമൊന്ന് തുടച്ച് വൃത്തിയാക്കണം. അത് കഴിഞ്ഞിട്ട് ബാത്റൂമും ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെന്താ അത്ര തന്നെ ഉള്ളൂ. അതോടെ റൂമിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. അവർക്ക് എന്തായാലും നോമ്പൊന്നും ഇല്ലല്ലോ നമ്മളെ പോലെ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ നോമ്പ് ഇറക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ. കാറിടാ ചെറുതോ കാണിച്ചിട്ട വെരി ഗുഡ്. അങ്ങനെ മക്കളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ആൻഡ് ഇനി ഈവനിങ് നോമ്പറക്കാനുള്ള പരിപാടികളൊക്കെ സെറ്റാക്കണം. അപ്പോൾ
ഞാൻ കസ്റ്റാർഡ് ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കസ്റ്റാർഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ പിന്നെ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഉമ്മ ബിരിയാണി ഉണ്ടാക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ പാലൊക്കെ തിളപ്പിച്ചിരുന്നു. പിന്നെ ഇത് ഉണ്ടാക്കണത് കാണിക്കാൻ ഞങ്ങൾ മറന്നുപോയി. അതാണ്. അപ്പോൾ ഉമ്മ ബിരിയാണിക്കുള്ള ഉള്ളിയും സാധനമൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ ഷവർമ്മ പോളയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ചിക്കനും പിന്നെ വെജിറ്റബിൾസൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളെ ഉള്ളിയും തക്കാളിയും ക്യാരറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണുള്ളൂ. അല്ലാതെ അങ്ങോട്ട് വിലയിക്കണില്ല. ജസ്റ്റ് ഒന്ന് ആ ക്രഞ്ചിനെസ് കിട്ടണം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ തക്കാളിയും ക്യാരറ്റൊക്കെ ഇട്ട് സംഭവം സെറ്റാക്കി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യണുള്ളൂ. ആ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളെ കുക്കുംബർ ഇതാക്കണേക്ക് ഇടുന്നില്ല കേട്ടോ. കുക്കുംബർ ലാസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് മയോണൈസും കൂടി ഒഴിച്ചു. ആൻഡ് പിന്നെ നമ്മുടെ ഇതിനാവശ്യമായിട്ടുള്ള ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത്. പിന്നെ നമ്മുടെ പോളയിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മയണൈസിലേക്ക് മൈദപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്ത ബാറ്ററാണ്. അത് നമ്മുടെ പാന് ചൂടാക്കി അതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഹാഫ് പോർഷൻ ഓഫ് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാക്കി എക്സസ് ആയിട്ടുള്ള ബാറ്റർ മുകളിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ എന്തിനിങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ ബിരിയാണി ഒരു സൈഡിൽ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഷവർമ്മ പോള ബാക്കി വന്ന കൂട്ടാണ്. അത് വെച്ച് ഞാൻ പല പല ഷേപ്പിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഒക്കെ നമ്മൾ കുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമ്മളെ പോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി വന്നപ്പോഴേക്കും ബാങ്ക് കൊടുക്കാൻ നേരമായി. പിന്നെ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ നോമ്പെടുക്കാനൊക്കെ ഇരുന്നു. നോമ്പൊക്കെ തുറന്നു. അൽഹംദുലില്ലാ നല്ല റാഹത്തായി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.